ചിന്തിച്ച് പ്രവർത്തിക്കുക, വേണ്ടുന്നിടത്ത് വേണ്ടുന്ന പോലെ സഹായിക്കാനും ശ്രമിക്കുക. ഒരു കഥയിലൂടെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഞാനിത് പറഞ്ഞുതരാം. പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. നൂറുകൂട്ടം കാര്യങ്ങൾ പഠിക്കുമ്പോഴും നൂറുകൂട്ടം കാര്യങ്ങൾ ചിന്തിച്ച് നടക്കുമ്പോൾ നമ്മളുടെ മനസ്സിനെ നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ആയിരിക്കണം. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരിടത്തൊരു കുട്ടി, മഴക്കാലമായിരുന്നു. എന്നും ഈ നദിക്കരയിലൂടെയാണ് ഈ കുട്ടി തൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഒരു ദിവസം ഒരുപാട് ക്ലാസ്സിലും മറ്റു കുട്ടികളോടുമായിട്ട് കളിക്കാൻ അവസരമുണ്ടാകുകയും മഴക്കാലമായിരുന്നാൽ ദേഹത്ത് നിറയെ ചെളി പറ്റുകയും ചെയ്തു. തിരിച്ച് വീട്ടിലോട്ടുള്ള മടക്കയാത്രയിൽ ഈ നദിയിലൂടെ ഒന്ന് കുളിച്ച് തൻ്റെ ദേഹത്തുള്ള ചെളിയൊക്കെ കളയാമെന്ന് ഈ കുട്ടി ചിന്തിച്ചു. കാരണം തൻ്റെ ദേഹത്തുള്ള ചെളി കളയണമെന്ന് മാത്രമേ ഈ കുട്ടി ചിന്തിച്ചുള്ളൂ. നദിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളക്കൂടലാണെന്നോ ഒന്നും ഈ കുട്ടി ചിന്തിച്ചില്ല. തൻ്റെ ശരീരത്തിൽ ചെളി കണ്ടാൽ വീട്ടിൽ വഴക്ക് പറയുമല്ലോ എന്ന് ചിന്തിച്ച് കുട്ടി ഈ വെള്ളത്തിലേക്ക് കുളിക്കാനായി ഇറങ്ങുകയും ചെയ്തു. പക്ഷേ വെള്ളത്തിന് ആഴം കൂടുതലായതിനാൽ കുട്ടി മുങ്ങിപ്പോകാനായി തുടങ്ങി. അതുവഴി കുട്ടിയെ അറിയാവുന്ന യാത്രക്കാരൻ ഭാഗ്യവശാൽ ഈ കുട്ടി മുങ്ങിത്താഴുന്നത് കണ്ടപ്പോൾ ഈ കുട്ടിയെടുത്ത് ഈ മഴക്കാലമായിട്ട് മാതാപിതാക്കൾ പഠിപ്പിക്കാൻ വിട്ടപ്പോൾ അവരറിയാതെ എന്തിനാണ് ഇപ്പോൾ ഈ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയത്. അധ്യാപകരോട് ചെന്ന് പറയും. വീട്ടിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞ് അടി വാങ്ങിച്ചു തരും. ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് ജീവൻ പോകാൻ പോകുന്നത് കണ്ടില്ല. ഇങ്ങനെ നൂറ് ഉപദേശങ്ങളായിരുന്നു ഈ വഴിയാത്രക്കാരൻ ഈ കുട്ടിയോട് ചെയ്തത്. കുട്ടിയുടെ അവസാന ശ്വാസവും പോകുന്നതിന് മുമ്പ് കുട്ടി വിളിച്ചു പറഞ്ഞു, ഞാനൊന്ന് കയറി വന്നിട്ട് എന്നെ ഉപദേശിക്കൂ, എന്നെ ഒന്ന് പിടിച്ചു കയറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് അബദ്ധം പറ്റിയില്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് കരഞ്ഞ് അപേക്ഷിച്ചപ്പോൾ ആ വഴിയാത്രക്കാരൻ ഈ കുട്ടിയെ പിടിച്ച് കയറ്റുകയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് പറഞ്ഞൊന്ന് ചിന്തിക്കാതെ വിവേകമില്ലാതെ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയത് കൊണ്ടാണ് ജീവൻ നഷ്ടപ്പെടാനായി പോയത്. ഭാഗ്യവശാൽ ഒരു വഴിയാത്രക്കാരൻ കണ്ടു. പക്ഷേ വഴിയാത്രക്കാരൻ ഉപദേശിക്കാതെ അപകടത്തിലാണെന്നുണ്ടെങ്കിൽ തൽക്ഷണം ചെന്നെ രക്ഷിക്കാനും ശ്രമിക്കണമായിരുന്നു. അതും ശ്രമിക്കാനുണ്ട്. കുട്ടി ഏറെ പ്രയാസപ്പെടുകയും ചെയ്തു. പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ വെള്ളം കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടവുമാണ്. പക്ഷെ മഴയും ഇപ്പോഴത്തെ വെള്ളക്കെട്ടുമൊക്കെ ഉള്ളത് കാരണം പേരൻസ് കൂടെ ഉണ്ടെങ്കിൽ പോലും അത്ര പരിചിതമല്ലാത്ത വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്നും വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് ഇവരെ ഇത്രയും വളർത്തി ഇവരെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയും മനസ്സിലാക്കി ഒരു നിമിഷം ഇതിലേക്കൊക്കെ ഒന്ന് എടുത്തു ചാടുമ്പോൾ വീണ്ടും വിചാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണം. കാരണം ആ ഒരു നിമിഷത്തെ അവരുടെ ആ ഒരു ചിന്തയില്ലാതെ കുളിക്കാൻ ഇറങ്ങുമ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെടും. ഒരു ജന്മം മുഴുവൻ, ഒരു ആയുസ് മുഴുവൻ പേരൻസ് സങ്കടപ്പെട്ട് നീറി കഴിയേണ്ടി വരും. ഇവരുടെ വിലയേറിയ ഒരു ജീവനും നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ കുട്ടികൾ എപ്പോഴും സ്കൂളിലും കോളേജിലും പഠിക്കാൻ പോകുമ്പോൾ വീട്ടിലിരിക്കുന്ന പേരൻസിനെ കുറിച്ചും കൂടെ എപ്പോഴും ചിന്തിക്കണം. അതിന് ആ ചിന്ത വരാൻ ചിട്ടയായ ജീവിതചര്യയും ശീലങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ക്ഷമയും നമ്മൾ സമയം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും വേണം. രണ്ടും ബാലൻസിൽ വേണം. കാരണം കുട്ടികളെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാണ് വളർത്തുന്നതെന്നും നമുക്ക് ഈ ഒരു ജീവിതം ഭഗവാൻ നമുക്ക് തന്നതിനെക്കുറിച്ചും കുട്ടികളിൽ ഒരു അവബോധം സൃഷ്ടിച്ചു കൊടുക്കേണ്ടതും നമ്മൾ മാതാപിതാക്കൾ കൂടിയാണ്.